ആഗോള അയ്യപ്പ സംഗമത്തിൽ അതൃപ്തി പരസ്യമാക്കുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ കൂട്ടാക്കിയില്ല. വി.ഡി. സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചതോടെ ദേവസ്വം ബോർഡ് സംഘം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്ന് മടങ്ങി. എം.ജി. പ്രതീഷ് വിവരങ്ങൾ മറ്റൊന്ന്. പ്രതീക്ഷ, UDF ഒരു തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ സഹകരിക്കണോ വേണ്ടതെന്ന് അല്പസമയത്തിനകം UDF യോഗം ചേരാനും പോകുന്നുണ്ട്. അതിൽ തീരുമാനമായിട്ട് കാണാം എന്ന നിലയ്ക്കാണോ, അതോ നേരത്തെ ഇതിന്റെ ഉപരക്ഷാധികാരിയായി തന്നോട് ചോദിക്കാതെ എന്റെ പേര് വെച്ചു എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നല്ലോ, അതിലുള്ള അതൃപ്തി അക്കൂട്ടത്തിലുണ്ടോ പ്രതീഷ്? ഹാഷ്മി, തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ നിലപാടെടുത്തൊരു വ്യക്തി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതാ ഈ സർക്കാരിന്റെ രാഷ്ട്രീയ നാടകമാണ് എന്നതായിരുന്നു കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള നിലപാട്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുമെന്നതായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട്. അതിന്റെ കൂടി ഭാഗമായായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ഈ കന്റോൺമെന്റ് ഹൗസിൽ എത്തിയത്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടായിട്ടും ദേവസ്വം ബോർഡ് പ്രതിനിധികളെ കാണാൻ കൂട്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘാടകരുമായി കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് ഈ ഔദ്യോഗിക ക്ഷണക്കത്ത് ഈ കന്റോൺമെന്റ് ഹൗസിൽ നൽകിയ ശേഷം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ഇതിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായ ഒരു അതൃപ്തി ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്ക് മുമ്പിൽ പരസ്യമാക്കി എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനോട് കൂടിയാലോചന നടത്താതെ അദ്ദേഹത്തിന്റെ പേര് ഉപരക്ഷാധികാരിയായി വെച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതുൾപ്പെടെ വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഈ സംഘാടകരുമായി കൂടിയാലോചനയ്ക്ക് പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നണിയുടെ നിലപാട് കൂടി ഇനി വരാനിരിക്കുകയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഓൺലൈനായി UDF യോഗം ചേരുന്നുണ്ട്. ഇതിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാടായിരിക്കും പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ സമുദായ സംഘടനകളൊക്കെ തന്നെ ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയതോടുകൂടി തന്നെ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് എതിർക്കുമ്പോൾ തന്നെ നല്ലതാണെങ്കിൽ പിന്തുണയ്ക്കാമെന്നുള്ളൊരു നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപ്പെടെ പ്രതികരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ ഒരു തീരുമാനം UDFൽ നിന്ന് ഉണ്ടാകുന്നത്. വലിയ എതിർപ്പുകൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനുള്ളൊരു സാധ്യത കാണുന്നില്ല. കാരണം പ്രബല സമുദായ സംഘടനകളൊക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു വലിയ എതിർപ്പുണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആലോചനയും കോൺഗ്രസിലുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക നിലപാട് പുറത്തു വരും. പക്ഷേ അപ്പോഴും സംഘാടക സമിതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതെ തന്റെ അതൃപ്തി പരസ്യമാക്കുക കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഹാഷ്മി, ഓക്കെ, UDFന് ഒരു തീരുമാനം എന്തായാലും എടുക്കേണ്ടി വരും. അതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആദ്യം മുതൽ തന്നെ ഇത് ഭൂരിപക്ഷ വോട്ട് ധ്രുവീകരണത്തിനുള്ള ചപ്പടി വിദ്യയാണ് എന്ന നിലപാട് സ്വീകരിച്ച ആളാണ്. അപ്പോൾ അതിനുശേഷം NSSും SNDPയും ഒക്കെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാമെന്ന നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ UDFന് ഒരു തീരുമാനം അതിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിലാണോ മുൻതൂക്കം? ലീഗിനെ അടക്കമുള്ള ലീഗ് പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ നടക്കട്ടെ എന്ന് ലീഗ് പറയുകയാണ്. അപ്പോൾ അതിൽ ചർച്ച നടന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ UDFനും കോൺഗ്രസിനും എത്തിച്ചേരേണ്ടിയും വരും.